കുറിച്ചിത്താനം ശ്രീ കാരിപ്പടവത്തുകാവിലെ കുംഭഭരണി മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായുള്ള പുത്തരിക്കലം ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി. കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ തരത്തിലുള്ള കലാപരിപാടികളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. കുടക്കച്ചിറ ആദിനാരായണ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും പുത്തരിക്കലം ഘോഷയാത്ര ആരംഭിച്ചു. ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്ന പുത്തരിക്കലം ഘോഷയാത്രയ്ക്ക് ക്ഷേത്ര ഗോപുരത്തിങ്കൽ സ്വീകരണം നൽകി. ശേഷം കലാപരിപാടികളുടെ ഉദ്ഘാടനം ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് ബി നായർ നിർവഹിച്ചു. തുടർന്ന് സംഗീത നിശയും സംഗീത സമന്വയവും നടന്നു. ഉത്സവത്തിന്റെ ഒന്നാം ദിനമായ ഞായറാഴ്ച രാവിലെ കലങ്കരിക്കൽ ചടങ്ങ്, മെഗാ തിരുവാതിര, ആതിര സംഗമം, നൃത്തനാടകം എന്നിവ നടന്നു. തിങ്കളാഴ്ച വൈകുന്നേരം 6:15 പെരുന്താനം ദേശതാലപ്പൊലി ഘോഷയാത്രയ്ക്ക് വരവേൽപ്പ്. വൈകിട്ട് 7 മുതൽ കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേള. മാർച്ച് 4 രാവിലെ 7:30 ശ്രീമദ് ദേവി ഭാഗവത പാരായണം. തുടർന്ന് കലംകരിക്കൽ ഗജരാജൻ നെല്ലിക്കാട്ട് ദേവസ്വം മഹാദേവൻ ദേവിയുടെ തിടമ്പേറ്റും. 9 ശ്രീബലി എഴുന്നള്ളിപ്പ്. ഉച്ചയ്ക്ക് 12 ആനയൂട്ട്. 12:30 മുതൽ ഭരണിയൂട്ട്. 12:45 ഓട്ടംതുള്ളൽ. തുടർന്ന് സംഗീത കച്ചേരി. വൈകിട്ട് 5 മുതൽ കാഴ്ച ശ്രീബലി എഴുന്നള്ളിപ്പ്, സോപാന സംഗീതം, ഓട്ടംതുള്ളൽ, സെമി ക്ലാസിക്കൽ ഡാൻസ്. രാത്രി 7:30 പോരൂർ ഉണ്ണികൃഷ്ണൻ, കൽപ്പാത്തി ബാലകൃഷ്ണൻ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ എന്നിവർ നയിക്കുന്ന ട്രിപ്പിൾ തായമ്പക. 9 മുതൽ ഭരണി വിളക്ക്. 10 മനുസ്മാരക സ്കോളർഷിപ്പ് വിതരണം. 10:15 അലങ്കാര ഗോപുരത്തിങ്കലേക്ക് തിരിച്ചെഴുന്നള്ളിപ്പ്. തുടർന്ന് പഞ്ചവാദ്യം, ആൽത്തറമേളം. 11:30 പറയാനി ദേശതാലപ്പൊലി ഘോഷയാത്രയ്ക്ക് സ്വീകരണം. 12 മുതൽ ഗരുഡൻ തൂക്കം എന്നിവ നടക്കും. i4u ന്യൂസ്, ഏറ്റുമാനൂർ.